എന്തോ അവസ്ഥയാ സാറേ നമ്മുടേത്. കഷ്ടപ്പെട്ട് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിരുന്ന് പഠിച്ച ഈ ജോലി ചോദിച്ചേ. ഞാൻ അലമാരക്കകത്ത് എടുത്തിട്ട് ഓടി ജോലിയല്ലേ ഇത്? അയ്യോ അതല്ല, എന്നിട്ട് ഈ കള്ളന്മാരുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ കാവലെടുക്കണമെന്ന് പറഞ്ഞ. എടാ അതിപ്പോ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമമല്ലേ. ഇപ്പൊ ഏതൊരു സ്വകാര്യ വ്യക്തിക്ക് വേണമെങ്കിലും പോലീസിനെയോ പോലീസ് നായയെയോ പോലീസ് ഉപകരണങ്ങളായ വയർലെസ് ഇത്യാദി സാധനങ്ങളെയോ വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ സമ്മതിച്ച് എന്നും പറഞ്ഞ് ഈ ബർത്ത്ഡേക്ക് വന്ന് കാവലിക്കണമെന്ന് പറഞ്ഞ. എടാ അവന്റെ കാശുണ്ട്. ഇത് അത് മാത്രമല്ല, ബർത്ത്ഡേ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. അവനെ അവന്റെ കുടുംബത്തിനെ ആരോ കൊല്ലാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞാണ് അവൻ IG ഓഫീസിൽ പോയി ഈ സെക്യൂരിറ്റിക്ക് വേണ്ടി അപേക്ഷിച്ചത്. അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പച്ച കള്ളം അത്. പണ്ട് നമ്മൾ ഇവനെ പിടിച്ചിട്ട് കുറെ ഇടിച്ചല്ലയോ, അതിന്റെ പ്രതികാരം വീട്ടോ നമ്മളെ വാടകയ്ക്ക് എടുത്തു. അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഹലോ, അതെ 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 അതെ. 4 മണിക്കാണ് കേക്ക് മുറിക്കുന്നത്. എത്തില്ലേ? അയ്യോ, വലിയ ഗസ്റ്റിനെ ഒന്നും വിളിച്ചിട്ടില്ല. ഡാനി വരുന്നുണ്ട്, അധോലോക നായകൻ. അതെ 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 അതെ. നീ എന്തും കൊണ്ട് കേറാഞ്ഞേ? വീട്ടിൽ പോലീസ് ചെയ്യുന്നോ? അത് നമ്മുടെ പിള്ളേരാണ്. എനിക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി എനിക്ക് വധശ്രമം ഉണ്ടെന്ന് ഞാൻ വെറുതെ ഒരു കള്ളം പറഞ്ഞാണ് സെക്യൂരിറ്റി ചോദിച്ചിരിക്കുന്നത്. അറിയാലോ ഇപ്പൊ വാടകയ്ക്ക് കിട്ടുമെന്ന്. നമ്മളെ ഒരുപാട് കൊണ്ടിട്ട് ഇടിച്ചതല്ലേ, അതിനൊക്കെ ഒന്ന് പ്രതികാരം ചെയ്യണ്ടേ? അതുകൊണ്ട് ഒന്ന് ടോട്ടിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ ഓക്കെ, അപ്പൊ നീ വൈകുന്നേരം ഇങ്ങോട്ട് വാ. ഓക്കെ. അയ്യോ, എന്നെ കൊല്ലാൻ ആള് വരുന്നേ, എന്നെ കൊല്ലാൻ ആള് വരുന്നേ, എന്നെ കൊല്ലാൻ ആള് വരുന്നേ. എവിടെ കില്ലർ? കില്ലർ എവിടെ? കൊല്ലാനൊന്നും ആരും വന്നില്ല. നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ, അതോ അവിടെ കുടുംബകാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണോ എന്ന് ഞാനൊന്ന് അറിയണമല്ലോ. ചുമ്മാതല്ലല്ലോ സർക്കാരിന് ഞാൻ പൈസ എണ്ണി കൊടുത്ത് നിങ്ങളെ ഇവിടെ വാടകയ്ക്ക് വിളിപ്പിച്ചത്. ഗുഡ് ജോബ്, കീപ് ഇറ്റ് അപ്പ്. കീപ് ഇറ്റ് അപ്പ്. ഞങ്ങൾക്കറിയാം ഞങ്ങളെ ഡ്യൂട്ടി ചെയ്യാൻ. ഞങ്ങൾ അലർട്ടാണ്. അത് വെറുതെ അനാവശ്യമായിട്ട് ചെക്ക് ചെയ്യുന്നു വേണ്ട. മനസ്സിലായോ? ഓർമ്മയുണ്ടോ പണ്ട് എന്നെ കൊണ്ടുപോയി ഒരുപാട് ഇടിച്ചതാണോ ആ സ്റ്റേഷനിൽ? ഇപ്പൊ ഞാൻ അത്യാവശ്യം ഒരു ധനികനാണ്. എനിക്ക് എന്റേതായ സെക്യൂരിറ്റി ചോദിച്ചു മേടിക്കാം സർക്കാരിന്റെ കയ്യിൽ എന്ന് വെച്ച് പോലീസുകാരെ ഊളയാക്കരുത്. ഇല്ല ഇല്ല ഇല്ല. അതെ സാറേ, ബാത്റൂം എവിടെ? ബാത്റൂം മാല വല്ലതും വിഴുങ്ങിയായിരുന്നോ? നീ മാല വിഴുങ്ങിട്ടാണോ രാവിലെ ബാത്റൂമിൽ പോവാറ്? പണ്ട് ഞാൻ മാല വിഴുങ്ങി എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോയായിരുന്നു. ഇത് മാല വിഴുങ്ങിയിട്ടൊന്നുമില്ല, ബാത്റൂം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് ആ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഞാൻ കാണിച്ചതേ ഉള്ളൂ, ബാത്റൂം തൊട്ട് ആ സൈഡിലാണ്. സാറേ ഞാൻ പോയിട്ട് വരവേ. ഇന്നത്തെ ഫുഡ് നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കണം കേട്ടോ. അയ്യോ, കള്ളന്റെ വീട്ടിൽ SI ഞാൻ ഫുഡ് കഴിക്കാനോ? എനിക്ക് നിന്റെ ഫുഡ് വേണ്ട. ഫുഡ് വേണമെങ്കിൽ ഞാൻ പുറത്തു പോയി കാശ് കൊടുത്ത് മേടിച്ച് കഴിച്ചോളാം. അതിനുള്ള പൈസയൊക്കെ എന്റെ പേഴ്സിൽ. അയ്യോ അയ്യോ, സ്വന്തമായിട്ട് ശരീരത്തിൽ പിടിച്ച് സുഖം കണ്ടെത്തുവാണോ? എന്റെ പേഴ്സ് കാണാനില്ലത്. ഹരിചന്ദ്രന്റെ വീട്ടിലല്ല ഡ്യൂട്ടിക്ക് വന്നേക്കുന്നത്, പിന്നെ കള്ളൻ ജയചന്ദ്രന്റെ വീട്ടിലാണ്. തോന്നൊക്കെ ജയചന്ദ്ര, ഞാൻ പൊട്ടിക്കും. എന്റെ സേഫിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, അല്ല എന്നെ കൊല്ലാനല്ല. പേഴ്സൊക്കെ സൂക്ഷിക്കണമായിരുന്നു. ഇപ്പൊ പേഴ്സ് മാത്രമേ പോയുള്ളൂ. ഇനിയിപ്പം ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ വലിയ വലിയ കള്ളന്മാര് വരാനുണ്ട്. അപ്പൊ വേറൊന്നും പോവാതെ സൂക്ഷിച്ചോ. റോസ് മോളെ, റോസ് എന്താ ഏട്ടാ? വെള്ളത്തിന്റെ ടാപ്പ് ഒന്ന് ഓഫ് ചെയ്താൽ. വെള്ളത്തിന്റെ ടാപ്പ് ഓഫ് ചെയ്യല്ലേ കോൺസ്റ്റബിൾ ബാത്റൂം ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാനത് ഓഫ് ചെയ്തത്. പണ്ട് എനിക്ക് തോന്നുന്നു 2000-ലാണെന്ന് തോന്നുന്നു, അന്ന് ഞാൻ നിങ്ങൾ എന്നെ പിടിച്ചിട്ടപ്പോഴത്തേക്ക് അന്ന് അവിടെ വെള്ളമില്ലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതേപോലെ എനിക്ക് വെള്ളം താ വെള്ളം താന്ന് പറഞ്ഞ് കെഞ്ചിയായിരുന്നു. അതെനിക്ക് ഇപ്പോഴാ ഓർമ്മ വന്നത്. അവിടെ ഇരുന്നോട്ടെ. അവൻ എന്തിനാ വിളിക്കുന്നത്? ഹലോ ഹലോ, എന്താ സാറേ? ഒരു അബദ്ധം പറ്റി. എന്ത്? ഇവിടെ വെള്ളമില്ല. അത് വെള്ളം ഇല്ലാത്തതാ, ടാപ്പ് അടച്ചതാ. അയ്യോ സാറേ, അവനോട് പറഞ്ഞാ മോട്ടർ ഇടാൻ പറ സാറേ. അതെ, മോട്ടർ ഒന്ന് ഇടാൻ പറ്റുമോ പ്ലീസ്? മോട്ടർ കംപ്ലൈന്റാ. ഒരു പ്രാവശ്യം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10 സെക്കൻഡ് കഴിയണം. എടാ, മോട്ടർ കംപ്ലൈന്റ് ആണെന്ന്. അയ്യോ അയ്യോ, പാൻറ് ഇടാൻ പറ്റത്തില്ല സാറേ. സാറേ സാറേ, ഒരു കാര്യം ചെയ്യോ? എന്തോ? ഈ സമയത്ത് റാങ്ക് നോക്കരുത്. ഒരു ബക്കറ്റ് വെള്ളമായിട്ട് ഇങ്ങോട്ടൊന്ന് വരാമോ സാറേ? ഞാൻ SI ആണ്, SI. സാറേ, അവിടെ കാണും വട്ടയില ഇപ്പൊ ഉണ്ടെങ്കിലേ ആ എയർ ഹോളിൽ കൂടെ ഒരു 3 എണ്ണം പെറ്റി ഇപ്പുറത്തോട്ട് സാറേ. ബക്കറ്റ് കാണിച്ചത് വെള്ളം ഞാൻ കോരി എടുത്തോളാം. വെള്ളം കിണറ്റിന് കോരി എടുക്കണം. അവിടെ ബക്കറ്റും വെള്ളം കാണും. ഇതാണ് പറയുന്നത്. എന്താ ആവശ്യമില്ലാതെ പണ്ട് ചൊറിയുമ്പോ ഓർക്കണമായിരുന്നു. ദൈവമേ, ഇതൊക്കെ ഒന്ന് കാണാനുള്ളൊരു ശേഷി എനിക്കുണ്ടായല്ലോ. എന്റെ വീട്ടിൽ ഡ്യൂട്ടിക്ക് വന്നിട്ട് SI പോലെ പോക്കണ്ടടി. അതെ, പോലീസുകാരന്മാരിട്ട് ചൊറിയാൻ നിന്നാലേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അങ്ങ് അകത്ത് പോകുമ്പോഴേ അവന്മാര് നന്നായിട്ട് പെരുമാറും കേട്ടോ. എന്റെ അണപ്പല്ല് നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. 20ാമത്തെ വയസ്സ് കണ്ടതാ. അതിനുശേഷം ആ അണപ്പല്ല് അടിച്ചിളക്കിയവനാണ് ആ പോയ SI. അപ്പൊ ഒരു പണി ഞാൻ കൊടുക്കണ്ടേ? പിന്നെ
ഉള്ള ഒരു നിമിഷം രാജാവായിട്ട് വാഴുക. അവരുടെ സെക്യൂരിറ്റിയിലായിരിക്കും ഇന്ന് 4 മണി വരെ എന്റെ ബർത്ത്ഡേ. അവസാനം പണി കിട്ടുമ്പോ വെച്ച് അനുഭവിച്ചോളാം. തൊട്ടിയല്ലേ ശരി. എവിടെ കഴിഞ്ഞോ എന്തോ. വെള്ളമൊക്കെ കിട്ടിയായിരുന്നല്ലോ. ഇനിയിപ്പോ കുളിക്കാനാണെങ്കിലും കുടിക്കാനാണെങ്കിലും എന്താവശ്യത്തിനും വെള്ളമോ കാര്യങ്ങളോ എല്ലാം നമ്മളെ ചെലവ്, എല്ലാം എന്റെ ചെലവ് ഫ്രീ ആയിരിക്കും. നിർത്ത്. നിന്റെ ബർത്ത്ഡേ ആണ്, നിന്നെ ആരോ കൊല്ലാൻ വരുന്നെന്ന് പറഞ്ഞ് കുറെ നേരം പറയാൻ തുടങ്ങിയിട്ട് ഒരു മനുഷ്യനെ പോലും ഇവിടെ കാണാനില്ലല്ലോ. അതെ, കൊല്ലാൻ വരുന്നവർ പറഞ്ഞിട്ടാണോ വരുന്നത്? നിങ്ങൾക്ക് എത്ര മണി വരെ എനിക്ക് ഡ്യൂട്ടി പറഞ്ഞു? എനിക്ക് 4 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ. 4 മണിയാകുമ്പോ ഞങ്ങൾ പോകും. 4 മണി വരെ ഡ്യൂട്ടി ചെയ്യും. അതിനിടയ്ക്ക് കൊല്ലാൻ വന്നാൽ നിങ്ങൾ പിടിക്കും. ഇവിടെ ആരും വരുന്നൊന്നുമില്ലല്ലോ. ഞാൻ ഈ ബർത്ത്ഡേക്ക് അധികം ആൾക്കാരെ ഇവിടെ ഞാൻ ഈ ബർത്ത്ഡേക്ക് അധികം ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല. ആകപ്പാട് ഞാൻ ഒരാളെ വിളിച്ചിട്ടുള്ളൂ. അതാര്? പുള്ളി ഇവിടുത്തുകാരനല്ല, ബോംബെക്കാരനാ. അധോലോക നായകൻ ഡാനി. ഡാനിയോ? ഡോൺ ഡാനി എന്ന് പറഞ്ഞാൽ ബോംബെ അധോലോകം കിടുകിടാ വിറയ്ക്കും. ബോംബെ അധോലോകത്ത് ഡാനി എന്ന് പറഞ്ഞൊരു ഡോണിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. കേട്ടിട്ടില്ല? ഇല്ല. ഡി അനി എന്നായിരുന്നു ആദ്യത്തെ പേര്. ഡോൺ ആയതിനു ശേഷം ഈ ഡിയുടെ ഗ്യാപ്പം കുറച്ച് ഡാനി എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ഇനി ഒന്ന് ഓർത്ത് നോക്കും. അയാള് വരും എപ്പോഴാ കാണാം? അയാള് വരുമോന്നോ? എന്റെ ബർത്ത്ഡേക്ക് അയാള് വരികയും ചെയ്യും, ഇവിടെ വന്ന് അടിച്ച് പൊളിക്കുകയും ചെയ്യും. അയാള് വരുന്നത് നിങ്ങൾ അറിയും. കാരണം ഡാനിയുടെ വരവ് ഒരു 1.5 വരവാ. പേടിക്കണ്ട. ഡാനി വന്നതിന്റെ സിഗ്നലാ. അതിനെന്തിനാണോ വെടിവെച്ച? ഡാനി അങ്ങനെ എവിടെ ചെന്നാലും കേറുന്നതിന് മുമ്പ് വെടി വഴിപാട് കഴിഞ്ഞിട്ടേ കേറത്തുള്ളു. അണ്ടാ ഡാനി, അതാണ് ഡാനിയുടെ എൻട്രി പഞ്ച്. ഓടണ്ട, നമ്മുടെ പിള്ളേരാ. എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി വന്ന് നിൽക്കുന്നതാ. കള്ളന് പ്രൊട്ടക്ഷൻ പോലീസ്, അത് ബോംബെയിലൊന്നും ഇല്ലല്ലോ. ഇത് വേറെ അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ അല്ല. എനിക്ക് വധഭീഷണി ഉണ്ട് എന്ന് ഞാനൊരു പരാതി നമ്മുടെ സ്റ്റേഷന് തരത്തി കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വധഭീഷണി ഉണ്ടെങ്കിൽ നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. നിനക്ക് വധഭീഷണിയോ? നിനക്ക് വധഭീഷണി ഒരുക്കിയിരിക്കുന്നേ? നിനക്ക് വധഭീഷണി ഒരുക്കിയിരിക്കുന്നേ? തീർത്ത് കളയാൻ ഞാൻ. കൂൾ ഡാനി, കൂൾ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കൂൾ. അത് ഡാനി കളിപ്പിച്ച അറിയാമല്ലോ. നമുക്ക് അകത്തോട്ടിരിക്കാം. അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഈ ആളും ചെക്ക് ചെയ്യണം. അതെ, എന്റെ ഗസ്റ്റ് ആണ്. തന്റെ ഗസ്റ്റ് ആയിരിക്കും, പക്ഷെ വധഭീഷണി എല്ലാം ഉള്ളതല്ലേ. വധം എങ്ങനെയായാലും പെരുമാറിയില്ലേ? അത് പറയാൻ പറ്റില്ല. ഗസ്റ്റിന് അത് എനിക്ക് എന്നെ ചെയ്യുന്നതിന് തുല്യം. വരണം. ഇവിടെ ഇല്ലേ ഡാനി? ജസ്റ്റ് ഒരു ചെക്ക്. ഓക്കെ. ജസ്റ്റ് ഒരു ചെക്ക്. ശരിയല്ലേ? അതെ ഡാനി, വാ. ഇതാ ഞാൻ പറഞ്ഞ വൈഫ്. ഹലോ, ഹൗ ആർ യു? ഇതാണ് ഡാനി. കൊച്ചുനാള് തൊട്ടേ ഞങ്ങള് ബോംബെയിൽ ഒരുമിച്ചായിരുന്നു. അന്ന് ഞങ്ങള് പോക്കറ്റ് ഐഡിയിലാണ് തുടങ്ങിയത്. അന്ന് പക്ഷെ ഞാൻ അവിടെ നിന്നില്ല. എന്റെ പ്രാരാബ്ദം കാരണം ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു. ഡാനി കോഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അതെ. ഡാനി അവിടെ നിന്ന് ഇപ്പൊ ഡോണായി. പണ്ട് ഞങ്ങള് ഒരുപാട് വിഷയങ്ങളൊക്കെ സമയത്ത് ചെറിയ ശത്രുതയിലായിരുന്നു. അതൊക്കെ വിട്. ആ ശത്രുത ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ആ ശത്രുതയൊക്കെ മനസ്സിൽ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് ടാക്സി ഇങ്ങോട്ട് വരുവോ? ഞാൻ നിന്റെ ബർത്ത്ഡേക്ക് വന്ന നിന്നോട് ശത്രുത ഉണ്ടോ ഞാൻ വരുവോ? ഒന്നും പറയലേ. ഈ ബർത്ത്ഡേയോട് കൂടി നമ്മുടെ ശത്രുത എല്ലാം തീരും. ഇങ്ങോട്ട് വെച്ചോളൂ. കേക്ക് മുറിക്കാൻ പോകണോ? കേക്ക് തിന്നാനൊക്കെ എല്ലാരും ഒന്ന് കൈയടിച്ചേക്കണേ. ഓക്കെ. സെക്യൂരിറ്റീസ് ഒന്ന് കൈയടിച്ചേക്കണേ. കേക്ക് മുറിക്കാൻ പോവാണെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇതിട്ടേക്കോ. അതെന്തിനാ? ഇല്ലേ, കേക്ക് മുറിച്ച് നിങ്ങൾ എന്റെ മുഖത്ത് തേക്കും. ഞാൻ പോകുന്നിടത്തൊക്കെ ഇപ്പൊ അങ്ങനെയാ. കേക്ക് മുറിച്ച് എന്റെ മുഖത്ത് തേക്കും. അതുകൊണ്ടാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. തിന്നാൻ തയ്യുന്നില്ല, പിന്നെ ഡാനിയുടെ മുഖത്ത് തയ്ക്കാൻ. ഓക്കെ ഡാനി, തുടങ്ങാം. പാട്ട് അറിയാമെങ്കിൽ, നല്ല സ്വരത്തിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഏതെങ്കിലും പോലീസോ കോൺസ്റ്റബിൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പാടി തന്നാ കൊള്ളാം. ഡാനി അടുത്തോട്ട് നിൽക്കും, ചേർന്ന് നിൽക്കും. റോസ് കേക്ക് മുറിക്കാൻ വരട്ടെ. അതായത് വധഭീഷണി ഉള്ളതല്ലേ. അക്രമകാരികൾ ഏത് വിധേനയും താങ്കളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തോ ടെസ്റ്റ് ചെയ്യണോ? കേക്കിൽ വിഷം ചേർത്തിട്ടുണ്ടോ ടെസ്റ്റ് ചെയ്യണം. അത് നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ച കേക്കാണ്. നിങ്ങൾ പറഞ്ഞ് ചെയ്യിച്ചതായിരിക്കും, പക്ഷെ അക്രമ വിദഗ്ധനായിരിക്കും. കേക്കിൽ വിഷം കയറ്റിയോ സൈനൈഡ് കയറ്റിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ചാവൂലേ? അതെ, ഒരു സൈഡിൽ നിന്ന് ഞാൻ നോക്കാം. അയ്യോ, ഞാൻ മുറിക്കേണ്ട. നീ മുറിക്കേണ്ട അല്ല, വിശന്ന് നിൽക്കുകയല്ലേ തോന്നി. അതെ, വിഷമില്ല. വിഷമില്ല.
ഈ ഏരിയ വധഭീഷണി ഇല്ലല്ലോ. അയ്യോ ആ, ഇട്, ഇട്. വിഷം ഉണ്ടോ ഇല്ലെന്ന് ഒരു സൈഡിൽ നോക്കിയാ പോരെ. സാറേ വല്ല വെടിയുണ്ടോ നോക്കേ സാറേ. വെടിയുണ്ട്. അല്ല ജീവൻ കളഞ്ഞു ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യല്ലേ. സാറേ ചെറിയ ആ side, ആ side നോക്കൂ. ചെറി ഒരു ചെറിയെങ്കിലും വെച്ചേക്കണേ. ഓക്കേ, കുഴപ്പമില്ല. ബർത്ത്ഡേ കൊളമായില്ലേ? കുഴപ്പമില്ലല്ലോ. ബ്രീത്തിങ് കുഴപ്പമില്ലല്ലോ. നമുക്ക് നോ പ്രോബ്ലം. ടേസ്റ്റ് നോ പ്രോബ്ലം. ഓക്കെ, എനിക്ക് പ്രോബ്ലം ഇല്ല. ഒരു കോലും. ഇനി കട്ട് ചെയ്യണം. ഇതാണ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യൂ. ആചിച്ച് മേടിച്ച ഒരു ബർത്ത്ഡേ അത് ഡാനി വരുമ്പോ ചെയ്യാന്ന് പറഞ്ഞിട്ട് പണം വീടി ഇനി വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങോട്ട് മാറി നോക്കണ. നിങ്ങൾക്ക് ആരെയും വധഭീഷണി ചെയ്യുന്നത്? സത്യം പറഞ്ഞ എനിക്ക് വധഭീഷണിയൊന്നും ഇല്ല. പിന്നെ ഇതിന് കാശൊക്കെ ആയപ്പോഴത്തേക്ക് ഒരാഗ്രഹം, ഈ ബർത്ത്ഡേക്ക് പോലീസുകാരെ ഒന്ന് വാടക എടുക്കണം, നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി 2 പോലീസുകാരുടെ കെയർ ഓഫിൽ ഇരിക്കുന്നതിൽ നിന്ന് വിലസണമെന്ന് തോന്നി. സത്യം, ഈ പോലീസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എനിക്ക് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ചുറ്റും നടക്കുമല്ലോ. ഈടെ അവര് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞാൽ വരുമോ തോന്നുന്നുണ്ടോ നിനക്ക്? പിന്നെ ഞാനാണെങ്കിൽ ടാക്കുമായിരുന്നു. ഞാൻ എപ്പോ വിളിച്ചാലും അവര് ഓടി ഓടി വരുമായിരുന്നു. വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ വരുമോ? അതുകൊണ്ടല്ല അവര് ഈ പന്നത്തരം കാണിച്ച് എനിക്ക് മിണ്ടാൻ ഇത് പറ്റും. വിശ്വസിക്കാനാണ്. അവര് ചിലപ്പോ വരുത്തൊന്നുമില്ല. നിന്റെ ചുമ്മാ മണ്ടൻ ധാരണ ഒക്കെ വരുത്തി വെച്ചോണ്ടിരിക്കുന്നത്. ആ തോക്കിരിപ്പുണ്ടോ കയ്യില്? തോക്കുണ്ട്. ഡാനി സാർ തോക്കൊന്നെടുത്ത് തോക്ക് ഇപ്പൊ കാണിച്ചു തരാം അവര് വരുന്ന കാര്യം. ആ, എന്റെ നെറ്റിയിലൊന്ന് വെച്ചേ. എങ്ങനെ എന്റെ നെറ്റിയിലൊന്ന് നെറ്റി വെച്ചാ അവര് വരുമോ? ഒറ്റ വിളിക്ക് വരുമോ അവര്? അയ്യോ എനിക്ക് വധഭീഷണി, എന്നെ കൊല്ലാൻ പോണേ, വധഭീഷണി, എന്നെ കൊല്ലണേ. അയ്യോ ഞങ്ങള് കളിച്ചതാ. ഡാനി ചുമ്മാ കളിച്ചതാന്ന്. ഡാനി കളിച്ചതാ. അയ്യോ കൊല്ലാമെന്നേ അല്ല, നിങ്ങൾ വരുമോന്ന് അറിയാൻ വേണ്ടി. തൂക്കിയെടുത്ത് ജീപ്പിൽ കയറ്റവരെ. ഡാനി നിരപരാധൻ, ചുമ്മാ കൊല്ലാൻ വന്നേ അല്ല, നിങ്ങൾ വരുമോന്ന് അറിയാൻ വേണ്ടി. ആണോ? എന്നാ ഞാൻ സീരിയസ് ആയിരുന്നു. ആണോ? എടാ, നിന്റെ ഓപ്പറേഷൻ കൊള്ളാം. ബർത്ത്ഡേയുടെ പേരും പറഞ്ഞ് നീ എന്നെ വിളിച്ചു വരുത്തി നിന്റെ പഴയ വൈരാഗ്യത്തിന് എന്നെ കാലെ വെടിവെച്ചു അല്ലേ? നീ ഓർത്തോ? അയ്യോ. ഡാനിയാ പറയുന്നേ. അങ്ങനെ പറയല്ലേ. 24 മണിക്കൂറകം എന്താ ഡാനി? ബോംബെ നാളെ വന്ന് അയ്യോ. നിന്നെ കൊന്നിരിക്കും. ഇത് ഡാനിയാ പറയുന്നേ. അതെ, കൊന്നിരിക്കും. എനിക്ക് ഭീഷണി. നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കും. പ്രൊട്ടക്ഷനാ? 4 മണിയായി എന്റെ ഡ്യൂട്ടി തീർന്നു. ഇത് നീ IG ഓഫീസിൽ കൊണ്ട് അപ്ലൈ 2 ദിവസം കഴിയുമ്പോഴേക്കും പ്രൊട്ടക്ഷൻ സാങ്ഷൻ ആവും. അപ്പൊ ഞാൻ വരാം. അതിനു മുമ്പ് നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഡാനി നിന്നെ തീർക്കും. 24 മണിക്കൂറകം നിന്നെ കൊന്നിരിക്കണോ? കൊല്ലുവാണോ? പിന്നെ ഈ ഡാനി സ്വയം ചാകണോ? ഇത്രയും നാള് വധഭീഷണിയുണ്ടെന്ന് പറച്ചിലേ ഉള്ളായിരുന്നു. ഇപ്പൊ ശരിക്കും വധഭീഷണി വന്നടി.